കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനം ജനുവരി 29, 30, 31 ഫെബ്രുവരി 1 തീയതികളിലായി മലപ്പുറത്ത് നടക്കും. മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നിർമ്മിച്ച സ്നേഹഭവനം 29 രാവിലെ കൈമാറും. വള്ളുവമ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ എം ഹസൻ, MP-മാരായ ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ MLA, ചാണ്ടി ഉമ്മൻ MLA, ആര്യാടൻ ഷൗക്കത്ത്, ആലിപ്പറ്റ ജമീല, VS ജോയ് എന്നിവർ സംബന്ധിക്കും. 29 ഉച്ചയ്ക്ക് 2 മണിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും 3 കൊടിമര ജാഥകൾ ആരംഭിക്കും. 3 ജാഥകളും വൈകിട്ട് മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് സമാപിക്കും. 30 രാവിലെ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP, AIPTF ദേശീയ അധ്യക്ഷൻ ബസവരാജ് ഗൗരികർ, AP അനിൽകുമാർ MLA, VS ജോയ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ C പ്രദീപ് എന്നിവർ സംസാരിക്കും. തുടർന്ന് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം എന്നിവ നടക്കും. വൈകിട്ട് 3:30 വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ 10,000 അധ്യാപകർ പങ്കെടുക്കുന്ന ശക്തി പ്രകടനം നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ നേതാക്കൾ സംസാരിക്കും. 30 നടക്കുന്ന പ്രതിനിധി സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 1 നടക്കുന്ന സമാപന സമ്മേളനം റോജി M ജോൺ MLA ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും. കേരളത്തിലെ അധ്യാപക മേഖലയിൽ ജനാധിപത്യ ചേരിയിലുള്ള ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. അധ്യാപകരുമായി ബന്ധപ്പെട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പൊതുവെ സമൂഹത്തെ ബാധിക്കുന്നതുമായ വിഷയങ്ങൾ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അധ്യാപകരുടെ ഒരു ആശാ കേന്ദ്രങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷകരായിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് KPST. KPSTയുടെ 9ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 29, 30, 31 ഫെബ്രുവരി 1 തീയതികൾ മലപ്പുറത്ത് വെച്ച് നടക്കുക. ആ സമ്മേളനത്തിൽ ഈ വർഷത്തെ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം കേരളത്തിലെ സാധാരണക്കാരുടെ എല്ലാ ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്ന ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിയ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരെ സംബന്ധിച്ച് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ പാക്കേജ് ഉൾപ്പെടെ നടപ്പിലാക്കിയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ പൂക്കോട്ടൂരിലെ വള്ളുവമ്പുറത്ത് 2 പെൺമക്കളുടെ അമ്മയായ വിധവയായ ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് 15 ലക്ഷം രൂപ മുടക്കി ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. 29 തീയതി 10 മണിക്ക് പ്രിയങ്കരനായ UDFന്റെ കൺവീനർ ശ്രീ M ഹസൻ അവർകൾ, അതോടൊപ്പം തന്നെ മുൻ UDF കൺവീനറും അതോടൊപ്പം MP-യുമായ ശ്രീ ബെന്നി ബെഹന്നാൻ MP, ഷാഫി പറമ്പിൽ MP, ചാണ്ടി ഉമ്മൻ MLA, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട്, അതോടൊപ്പം തന്നെ ജില്ലയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ AP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് ശ്രീ VS ജോയി, കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ആര്യാടൻ ഷൗക്കത്തും ശ്രീമതി ആലിപ്പറ്റ ജമീല ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചടങ്ങോട് കൂടിയാണ് ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. വിവിധ ഭാരവാഹികളായ K അബ്ദുൾ മജീദ്, PK അരവിന്ദൻ, സുനിൽ കുമാർ, വിനോദ് കുമാർ, KV മനോജ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.